നമസ്കാരം. ഞാൻ ഉണ്ണിപ്പിഗ്സ്. ഏവർക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് എങ്ങനെയാണ് ഒരു ഇൻക്യുബേറ്റർ മേക്കിങ്ങിൻ്റെ തെർമോസ്റ്റാറ്റ് കൺട്രോൾ യൂണിറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആയിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻക്യുബേറ്റർ യൂണിറ്റ് നിർമ്മിക്കുക എന്നതിനെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ആ വീഡിയോയിൽ നമ്മുടെ തെർമോസ്റ്റാറ്റിക് കൺട്രോൾ യൂണിറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കാര്യമായിട്ട് തെർമോസ്റ്റാറ്റിക് യൂണിറ്റിനെ പറ്റി വിശദീകരിക്കുന്നില്ല. എന്നാലും ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നുള്ളൂ. വിശദമായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കായിട്ടുള്ള എങ്ങനെ നമുക്കൊരു ഇൻക്യുബേറ്റർ യൂണിറ്റ് നിർമ്മിക്കാമെന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടി ചെയ്യുക. ഇൻക്യുബേറ്റർ നിർമ്മാണത്തിന് ആദ്യമായി ആവശ്യമുള്ളത് നല്ല ഹൈ ക്വാളിറ്റി തെർമോസ്റ്റാറ്റാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് HW557V60 എന്ന മോഡലുള്ള തെർമോസ്റ്റാറ്റാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരു 12 വോൾട്ടിൻ്റെ DC ഫാനും സെലക്ട് ചെയ്യുക. കണക്റ്റിംഗ് വയറുകൾ നല്ല ഗേജ് ഉള്ളത് തന്നെ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് വേണ്ടത് 60 വാട്ടിൻ്റെ ഒരു ഫിലമെൻ്റ് ലാമ്പാണ്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് തെർമോകോൾ ബോക്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർട്ടൺ ബോക്സോ അതേപോലെ കട്ടിയുള്ള എന്തെങ്കിലും ബോക്സ് ഉപയോഗിക്കാം. ഇതോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഗ്രീൻ നെറ്റ്, ഒരു ആംഗിൾ ഹോൾഡർ, പിന്നെ നമ്മുടെ വെള്ളം വെക്കാനായിട്ടുള്ള ഒരു ചെറിയ പാത്രത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യമായി നമുക്ക് തെർമോകോൾ ബോക്സിൻ്റെ ഒരു വശത്ത് 2 ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് ഫാൻ പിടിപ്പിക്കാം. കേബിൾ ടൈപ്പ് ഉപയോഗിച്ചാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫാൻ നല്ലപോലെ ഫ്രീ ആയിട്ട് കറങ്ങുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ നമുക്ക് 2 ഹോൾ ഇട്ടിട്ട് അതിലൂടെ അതിൻ്റെ കണക്റ്റിംഗ് വയേഴ്സ് പുറത്തേക്ക് എടുക്കാം. അടുത്തതായി നമുക്ക് ഒരു പാത്രം വെച്ച് നോക്കാം. വെള്ളം നിറച്ച് വെക്കാനുള്ള പാത്രമാണിത്. അപ്പോൾ ഏകദേശം ഈ അളവ് കാണുന്ന രീതിയിൽ വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. ഫാനിൻ്റെ ഏകദേശം ലെവലിൽ വരുന്ന രീതിക്ക് വേണം ഇത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ നമുക്കൊരു സർക്കുലേഷൻ ഈ ഫാൻ വഴി നമുക്ക് കിട്ടണം. വെള്ളമല്ല, ഹോട്ടാകുന്ന ആ ഹ്യൂമിഡിറ്റി കിട്ടാനായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അടുത്തായിട്ട് നമുക്ക് ഒരു ഗ്രീൻ മെഷ് കട്ട് ചെയ്ത് അവിടെ വെച്ച് കൊടുക്കാം. നമുക്ക് ഏകദേശം അളവെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ഈ മെഷ് യൂസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കഴിയുമ്പോൾ ഈ ഫാനിലേക്ക് ഒന്ന് തട്ടാനും അതേപോലെ തന്നെ വെള്ളത്തിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ നെറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു കട്ടിയുള്ള നല്ല കോട്ടൺ ക്ലോത്ത് ഉപയോഗിക്കാം. ഇതിലേക്കാണ് നമുക്ക് മുട്ടയും കാര്യങ്ങളൊക്കെ വെക്കേണ്ടത്. ഇതിന് വെച്ചതിന് ശേഷം മുട്ട വെച്ചതിന് ശേഷം മതി നമുക്ക് നെറ്റ് ആ സൈഡിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം നമുക്ക് ആവശ്യത്തിന് മുട്ട വെച്ച് സെറ്റ് ചെയ്യാം. ഇനി നമ്മുടെ തെർമോകോൾ ബോക്സിൻ്റെ ഒരു വശത്തായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ആംഗിൾ ഹോൾഡർ സെറ്റ് ചെയ്യണം. ഏകദേശം നമുക്കൊരു 3/4 മീറ്ററോളം നീളമുള്ളൊരു കേബിൾ വേണം എടുക്കാനായിട്ട്. ആംഗിൾ ഹോൾഡറിൻ്റെ വയർ എടുക്കുമ്പോൾ ഇത്തിരി നല്ല വയർ തന്നെ എടുക്കുക. അതുകൊണ്ട് നമുക്ക് ആംഗിളിൽ നമ്മുടെ തെർമോകോൾ ബോക്സിൻ്റെ ഒരു സൈഡിലൊരു ഹോൾ ഇട്ടിട്ട് ആ ഹോളിലൂടെ ആ വയർ എടുക്കുക. എന്നിട്ട് നമുക്ക് ആംഗിൾ ഹോൾഡർ അവിടെ ഒരു സ്ക്രൂ ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് നിർത്താവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആംഗിൾ ഹോൾഡർ നല്ലപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു കട്ടിങ് ഇട്ടിട്ട് അവിടെ ഒരു ഹോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹ്യൂമിഡിറ്റി കൂടി ഈർപ്പം അതേപോലെ കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ടാണ് ഞാനിവിടെ ഒരു ഹോൾ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈർപ്പം കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് തുറന്നിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഈർപ്പം മാറി കിട്ടും. അടുത്തായി നമുക്ക് ചെയ്യാനുള്ളത് തെർമോസ്റ്റാറ്റിലേക്കുള്ള കണക്ഷൻ കൊടുക്കാനാണ്. ഇതിപ്പോൾ 2 വയർ നമുക്ക് റെഡും ബ്ലാക്കും വന്നിരിക്കുന്നത് ഉള്ളിലെ ഫാനിൽ നിന്ന് വന്നിരിക്കുന്ന വയറാണ്. അതേപോലെ തന്നെ ഞാനൊരു കണക്ടർ പിടിപ്പിച്ചിട്ടുള്ള ഒരു കേബിൾ കൂടി എടുത്തിട്ടുണ്ട്. അതിലും റെഡും ബ്ലാക്കും ആയിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് റെഡും നെഗറ്റീവിൽ നിന്ന് ബ്ലാക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫാനിൻ്റെ വയറുമായിട്ട് ഞാൻ ആ 2 റെഡ് വയർ നമ്മൾ കൂട്ടിപ്പിടിക്കുക, ബ്ലാക്ക് വയർ നമ്മൾ കൂട്ടിപ്പിടിച്ചിട്ട് നമുക്ക് തെർമോസ്റ്റാറ്റിൻ്റെ +12 വോൾട്ടിൽ അതിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ പോസിറ്റീവും നെഗറ്റീവിൽ നെഗറ്റീവായിട്ടും കൊടുക്കുക. നമുക്ക് 2 വയറുകൾ 2 കളറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ തെർമോസ്റ്റാറ്റിൻ്റെ 2 ടെർമിനലുകളിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്നിവ കൃത്യമായിട്ട് കൊടുക്കുക. 12 വോൾട്ടിൻ്റെ ലൈൻ കൊടുത്തതിന് ശേഷമുള്ള ബാക്കി 2 ടെർമിനലുകൾ റിലേ കൺട്രോളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ആ വയറുകൾ തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ റെഡ് വയർ തന്നെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുക. നമ്മുടെ ലാമ്പിൽ നിന്ന് വരുന്ന റെഡ് വയറും ബ്ലാക്ക് വയറുമാണ് ഈ കാണുന്നത്. അതിൽ റെഡ് വയർ മാത്രം ഞാൻ ഓരോ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്നു. അടുത്തൊരു ടെർമിനൽ കൂടി നമുക്ക് ഫ്രീ ആയിട്ടുണ്ടാകും. അത് നമ്മുടെ ലൈനിൽ നിന്നുള്ള ഡയറക്റ്റ് ഫേസ് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇത് ഒരു സ്വിച്ച് പോലെ ആക്ട് ചെയ്താണ് വർക്ക് ചെയ്യുക. നമ്മുടെ ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത് ഒരു സ്വിച്ച് പോലെ ആക്ട് ചെയ്താണ് റിലേ വർക്ക് ചെയ്ത് സപ്ലൈ ആ ലൈറ്റിലേക്ക് പോകുന്നത്. കട്ട് ഓഫ് ആവുന്നത് അങ്ങനെ തന്നെയാണ്.
അപ്പോൾ നമ്മുടെ മെയിൻ ലൈനിൽ നിന്ന് വരുന്ന റെഡ് വയർ കൂടി അടുത്തൊരു ടെർമിനലിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന ഈ 2 ടെർമിനലുകൾ എപ്പോഴും 230 വോൾട്ട് സപ്ലൈ ഉണ്ടാകുന്ന ടെർമിനലാണ്. അപ്പോൾ നമ്മുടെ തെർമോസ്റ്റാറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ടെമ്പറേച്ചർ കൺട്രോളിങ് സെറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ടെർമിനലുകൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്, സ്പർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ബോർഡിൻ്റെയൊക്കെ ബാക്ക് സൈഡ് ഓപ്പൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്, ഒരിക്കലും ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാതിരിക്കുക. പരമാവധി സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് തന്നെ വർക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള 2 ബ്ലാക്ക് വയർ, ഒന്ന് ലാമ്പിൽ നിന്ന് വരുന്നതും ഒന്ന് നമ്മൾ സപ്ലൈ എടുക്കാൻ ഉപയോഗിക്കുന്ന റെഡും ബ്ലാക്കിൽ നിന്ന് വരുന്ന ബ്ലാക്ക് വയർ, ആ 2 ബ്ലാക്ക് വയർ നമ്മൾ കൂട്ടിപ്പിരിക്കുക. അത് ജോയിൻ്റ് അടിച്ച ശേഷം നല്ല ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ ടേപ്പ് അടിച്ചെടുക്കുക. കാരണം ഈ ടെർമിനലുകളും ഇപ്പോൾ നമ്മൾ ന്യൂട്രലാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ സപ്ലൈയിൽ കുത്തുന്നത് തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിലും സപ്ലൈ വരും. അതുകൊണ്ടാണ് ഇൻസുലേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ 2 ടെർമിനൽ മാത്രമേ ഉള്ളൂ നമുക്ക് സപ്ലൈ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബോക്സ് കവറൊക്കെ വരുമ്പോൾ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്, അത് ഇൻസുലേറ്റ് വെച്ചില്ല എന്നെങ്കിൽ. അടുത്തുള്ളത് നമ്മുടെ ഒരു ടെമ്പറേച്ചറിൻ്റെ പ്രോബാണ്. അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ നമ്മുടെ തെർമോസ്റ്റാറ്റ് ബോഡിയായിട്ട് ടച്ച് ചെയ്യാത്ത രീതിയിൽ ഉയർത്തി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ബോക്സ് ഉണ്ടാക്കി അതിൽ വെക്കാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ബോഡിയിലേക്ക് വരാതിരിക്കാനായിട്ടാണ് ഞാനിങ്ങനെ ഉയർത്തി വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ബോക്സ് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ തെർമോസ്റ്റാറ്റിൻ്റെ പ്രോബ് സെറ്റ് ചെയ്യാം. നമ്മുടെ ലൈറ്റ് വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ തെർമോസ്റ്റാറ്റിൻ്റെ പ്രോബ് വെക്കുക. കാരണം നമ്മൾ എഗ്ഗ് വെക്കുന്ന സൈഡിൽ വേണം നമുക്ക് കറക്റ്റ് ടെമ്പറേച്ചർ കിട്ടാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സൈഡിലായിട്ടാണ് നമ്മൾ തെർമോസ്റ്റാറ്റിൻ്റെ പ്രോബ് വെക്കുക. അത് ലൂസായി പോകാതെ മാക്സിമം ആ വശത്ത് ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ഫാനിൻ്റെ സർക്കുലേഷൻ വരുമ്പോൾ അതിലേക്ക് കിട്ടണം. ടെമ്പറേച്ചർ അവിടെ സെൻസായിട്ട് വേണം നമുക്ക് കിട്ടാൻ. അപ്പോൾ മുട്ടയിൽ വരുന്ന ടെമ്പറേച്ചർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ ലാമ്പ് ഇട്ടിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ലാമ്പിലേക്ക് ഹീറ്റ് വരേണ്ടത് നമ്മുടെ ഫാനിൽ നിന്നുള്ള കാറ്റ് ലാമ്പിലടിച്ചിട്ട് വേണം എഗ്ഗിലേക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ഉള്ളത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 31.2 ഇപ്പോൾ റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ളൂ. ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തെ ഒന്ന് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഏകദേശം 36.7 ആയിട്ടുണ്ട്. നമുക്കൊരു 37.5 ആകുമ്പോൾ കട്ട് ഓഫ് ആകണം. ആ രീതിക്കാണ് നമ്മൾ സെറ്റിങ് ചെയ്തിട്ടുള്ളത്. സെറ്റിംഗ് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ 37.2 ആയിട്ടുണ്ട്. 37.4 37.5 ആകുമ്പോൾ കട്ടാവും. കണ്ടോ, ഇപ്പോൾ ഏകദേശം കട്ടായി. ഇനി ആ ടെമ്പറേച്ചർ നമ്മൾ 2.2 ഡിഗ്രി ഇട്ടേക്കണം. 0.2 ഡിഗ്രി എത്തിക്കഴിയുമ്പോൾ കുറഞ്ഞ് കഴിയുമ്പോൾ ഓണാവും. അപ്പോൾ ഏകദേശം 37.5 നമുക്ക് മെയിൻറ്റെയിൻ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ 37.1 ഉണ്ട്. അത് കണ്ടോ, ഡൗൺ ആയി 36 വരെയൊക്കെ എത്താം. അത് വീണ്ടും നമ്മുടെ ലൈറ്റിങ്ങിൽ കൂടി വരും. കാരണം നമുക്ക് 37.5 ആണ് വേണ്ടത്. എന്നിരുന്നാലും ഇത് കട്ട് ഓഫ് പോകുന്ന സമയത്ത് ഫാൻ സർക്കുലേറ്റ് ചെയ്യുന്നത് വെള്ളം കൂടിയുള്ളത് കാരണം ആ ടെമ്പറേച്ചർ കുറച്ച് താഴത്തേക്ക് ഡൗൺ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മുട്ടയൊന്നും വെച്ചിട്ടില്ല, ടെസ്റ്റിന് വേണ്ടി മാത്രമേ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ 37.36 താഴുന്നുണ്ട്. ആണോ, 35 കട്ട് ഓഫായി. ഇനി അതേപോലെ തന്നെ 0.2 ഡിഗ്രി ഡൗൺ ആകുമ്പോൾ നമുക്ക് ലൈറ്റ് ഓൺ ആകണം. 3 കൃത്യമായിട്ട് ഓണാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി എഗ്ഗ് വെച്ചിട്ട് നോക്കാം. മുട്ട വയ്ക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ദിവസവും ഒരു 2 നേരം, രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് ഈ പൊസിഷൻ തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കുക. ഇപ്പോൾ വരമേളിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് താഴത്തേക്ക് എത്തുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. മുട്ട വെക്കുന്നതിന് കൃത്യമായിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 മണിക്കൂർ ഇടവിട്ട് തിരിച്ചു വെക്കണം എന്നുള്ളതാണ്. നമ്മൾ ജോലിക്കൊക്കെ പോയി തരുമ്പോൾ അത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെയും വൈകിട്ടും മാത്രം നമുക്ക് തിരിച്ചും മറിച്ചും വെച്ചാലും മതിയാവും. ഏകദേശം നമുക്കൊരു 10, 18, 20 ദിവസം ആകുമ്പോൾ അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്ത് വരാറാകും. അപ്പോൾ ഇതിനാണ് നമ്മൾ പ്രത്യേകം മെഷ് വെക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അതേപോലെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കഴിയുമ്പോൾ നേരെ നമ്മുടെ ഫാനിലേക്കോ നെറ്റിലേക്കോ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മെഷ് വെക്കാൻ പറയുന്നത്. ഏകദേശം ഒരു മുട്ട വിരിയാറാകുന്ന സമയം ഒരു 10, 18 ദിവസം ആകുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ വെള്ളം വെച്ചിരിക്കുന്ന പാത്രം ഒന്ന് മാറ്റി കൊടുക്കുക. ഇത്തിരി കൂടി വലിപ്പമുള്ള പാത്രം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഹ്യൂമിഡിറ്റി ഇത്തിരി കൂടുതൽ വേണ്ട സമയമാണ് മുട്ട വിരിയാറാകുന്ന സമയം. ആ സമയത്ത് നമ്മൾ ഇത്തിരി വെള്ളത്തിൻ്റെ അളവ് കൂട്ടി വെച്ച് കൊടുക്കുക.
മുട്ട ഏകദേശം 10-20 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും വിരിയും. അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് മാറി കഴിയുമ്പോൾ നമ്മൾ അതിന് പറ്റിയ ഒരു ലൈറ്റിലേക്ക് മാറ്റി കൊടുക്കുക. കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് വേണ്ടതൊരു 100 വാട്ട്സിൻ്റെ ലാമ്പ് ഇട്ടിട്ട് ഏകദേശം ഒരു 2 അടിയോളം ഹൈറ്റിൽ ലാമ്പ് ഇട്ടിട്ട് വേണം കോഴിക്കുഞ്ഞുങ്ങളെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഹീറ്റിൽ ഇരുന്നുകൊണ്ട് അതുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ കിട്ടും. നമുക്ക് വിരിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങളെ അടക്കം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാം, അല്ലെങ്കിൽ അത് വെള്ളത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അവർക്ക് ആ ടെമ്പറേച്ചർ കിട്ടും. വിരിയുന്ന കുഞ്ഞുങ്ങളെ അപ്പോഴപ്പോൾ തന്നെ നമുക്ക് മാറ്റി സെറ്റ് ചെയ്യാനും സാധിക്കും. നമ്മുടെ കുഞ്ഞ് വിരിഞ്ഞ് ഏകദേശം 1 ദിവസത്തിനുള്ളിൽ തന്നെ അത് ഫുഡ് എടുക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൊടുക്കേണ്ടത് സ്റ്റാർട്ടർ ഫുഡാണ്. അത് നമുക്ക് പെറ്റ് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. ഏകദേശം 25 രൂപയൊക്കെ ഉള്ളൂ കിലോയ്ക്ക് വരുന്നത്. അപ്പോൾ അത് മേടിച്ച് കൊടുക്കുക. അത്യാവശ്യത്തിന് വെള്ളം കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ്സായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും